വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 1,86,179 പേർ. അടുത്ത മാസം 22 വരെ പരാതികൾ അറിയിക്കാം. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ. SARന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആകെ വിതരണം ചെയ്തത് 26,58,847 എന്യൂമറേഷൻ ഫോമുകളാണ്. മരണപ്പെട്ടവർ, സ്ഥിരതാമസമില്ലാത്തവർ, ഇരട്ട വോട്ടുള്ളവർ, BLOമാർ പലതവണ ഭവന സന്ദർശനം നടത്തിയിട്ടും പ്രദേശവാസികളും ബൂത്ത് ലെവൽ ഏജന്റുമാരും മുഖേന അന്വേഷണങ്ങൾ നടത്തിയിട്ടും കണ്ടെത്താൻ സാധിക്കാത്തവർ എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തിയ AST ലിസ്റ്റിൽ ജില്ലയിൽ 1,86,179 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. AST ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ 53,711 പേർ മരണപ്പെട്ടവരും 35,580 പേർ കണ്ടെത്താൻ സാധിക്കാത്തവരും 63,592 പേർ സ്ഥിരമായി താമസം മാറിയവരും 18,415 പേർ മറ്റെവിടെയെങ്കിലും എൻറോൾ ചെയ്തവരും 14,881 പേർ മറ്റുള്ളവർ എന്നിങ്ങനെയുമാണ്. പ്ലീസ് ചെക്ക് ത്രൂ ദ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അബൌട്ട് യുവർ വോട്ട്. നിങ്ങളുടെ വോട്ട് അവിടെ ആ ബൂത്തിലുണ്ടോ, എവിടെയാണ്. മിസ്സിംഗ് ആണെങ്കിൽ AST ലിസ്റ്റ് നമുക്ക് വില്ലേജ് ഓഫീസിൽ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ സഹായം നമുക്ക് ബൂത്ത് ലെവൽ ഏജൻസിലെ ആവശ്യമുണ്ട്. ബൈ ചാൻസ് ഇഫ് ദ വോട്ട് ഇസ് നോട്ട് ബീൻ ആഡഡ് വി വിൽ ആഡ് ദ വോട്ട്. നമുക്ക് ആ വോട്ട് നമുക്ക് ചേർക്കാം. പട്ടികയിൽ നിന്നും തെറ്റായി ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ 6-ാം നമ്പർ ഫോമിൽ അപേക്ഷ സമർപ്പിച്ച് തിരികെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ERO തലത്തിലുള്ള ഹിയറിംഗുകൾ ഫെബ്രുവരി 14 വരെ നടക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം ശതമാന അടിസ്ഥാനത്തിൽ തിരികെ ലഭിക്കാത്തവയിൽ ഒന്നാമത് കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലമാണ്. ഏറ്റവും കുറവ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലും. കൈരളി ന്യൂസ്, കോഴിക്കോട്.